നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേടിപ്പിച്ചോന്നോ? അതൊന്നും ഓർക്കാൻ പോലും വയ്യാടുത്തി. ഞങ്ങളെക്കാൾ കൂടുതൽ ഭാവനയായിരിക്കും പേടിച്ചിട്ടുണ്ടാവുക, അതും അവളുടെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ട്. അത് ശരിയാ മൈച്ചി, ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ മുഖത്ത് അങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണോ അമ്മേ? അതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പൊട്ടിക്കരയണോ? മോക്ക് ചിലപ്പോൾ നല്ല ധൈര്യം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു അമ്മയുടെ വേദന അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ഞാനിങ്ങ് വന്നല്ലോ വല്യമ്മേ. വന്നതല്ല, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ദൈവം നിന്നെ ഇവിടെ എത്തിച്ചതാ. എന്നാലും ആള് മാറി തട്ടിക്കൊണ്ടുപോകാൻ അവന്മാരെന്താ കണ്ണുകൂട്ടന്മാരായിരുന്നു? അവരിൽ ഒരാളെ പോലും നിനക്കറിയില്ലേ? ഇല്ല വല്ലിച്ചോ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്തായാലും കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നു. ഞങ്ങൾക്കെല്ലാം അജയനെ ഭാര്യയായിരുന്നു സംശയം. ജയനിർമ്മലെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ സംശയിക്കാൻ പോയാ പിന്നെ അതിന് നേരം കാണൂ വല്യമ്മേ. ആ അതും ശരിയാ. എന്തായാലും നീ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വന്നല്ലോ. ദേ, ഇനി ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോയേക്കരുത്, കേട്ടല്ലോ? ശരി വല്യമ്മേ. ദേ, ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോ. ഈ വല്യമ്മ വരാം നിന്റെ കൂടെ. ഭാവനെ, ജാനകിക്കിപ്പോ പല്ലവിയേക്കാളും സ്നേഹവും കരുതലും നിന്നോടാ. ഇന്നലെ ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാ പോയത്. അമ്മ പറഞ്ഞു വല്യമ്മേ, ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ?